ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പൊന്മുടി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് സൺഡേ പോയതായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രം വന്നിട്ട് 3-4 കൊല്ലമായെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടി പോകുന്നത്. അപ്പം കാറിലായിരുന്നു പോയത്. കുറേ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇത്രയും കോടയും ഇത്രയും നല്ല ക്ലൈമാറ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പൊന്മുടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഹിൽ സ്റ്റേഷൻ മീൻസ് അത്ര കോടയൊന്നും ഇല്ലാത്ത വ്യൂ മാത്രമാണ് ഉള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ടോട്ടലി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. നല്ല കോടയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ട്രിവാൻഡ്രംകാർ പറയുന്നത് ഒന്നുമല്ല, ഇതിലും നല്ല തണുപ്പായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണെന്നാണ് പറയുന്നത്. സോ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അവിടെ എത്തിയത്. ലഞ്ച് അവിടെ പോകുന്ന വഴിക്കൊരു ചെറിയൊരു കടയിൽ നിന്ന് കഴിച്ചു. പിന്നെ ആണെങ്കിൽ അവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ചെക്ക് പോയിൻറ്റിൽ നിന്ന് കാറിനും ആൾക്കാരുടെ എണ്ണത്തിനും ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ കയറാൻ. അപ്പോൾ നേരത്തെ പോകുന്നതിൽ അത്രയും നല്ലത്. എനിക്ക് തോന്നുന്നു 4:30 വരെ ആ ചെക്ക് പോയിൻ്റ് ഉള്ളൂ. അതിനുശേഷം ആൾക്കാരെ അങ്ങോട്ടേക്ക് കടത്തി വിടില്ല. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും കുറേ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു, കുറേ കാർസ് ഉണ്ടായിരുന്നു. പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, സ്പേസസ് കുറവായിരുന്നു. അത്രയും നല്ല തിരക്കുണ്ടായിരുന്നു, ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട്. അപ്പോൾ നല്ല കോടമഞ്ഞും മഴയും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട് സൈക്ലോൺ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം മഴ ഇവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര പെരുമഴയൊന്നുമല്ല, ബട്ട് ചാറ്റൽ മഴ ആയിരുന്നു. സോ ആ കോടമഞ്ഞിൻ്റെ കൂടെ ഈ മഴയും കൂടെ ആയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. നല്ല ഒരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞാൻ ഇത് ഇൻസ്റ്റയിൽ ഇങ്ങനെ കുറേ പേര് ചെയ്യുന്നത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പോയപ്പം തന്നെ അവിടെ കണ്ട നല്ല ഭംഗിയുള്ള പൂക്കളെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു മിനി ബൊക്കെ ആക്കി. നല്ല ക്യൂട്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അവസാനം പോകുന്ന വഴി അവിടെ തന്നെ കുറച്ച് അവിടെ തന്നെ ഞാനത് വിതറിയിട്ടു. അതിൻ്റെ വിത്ത് മുളച്ച് വീണ്ടും അത് വന്നോട്ടെ എന്ന് കരുതി. അപ്പോൾ ആർക്കും ഞാനത് പറിച്ച് കളഞ്ഞ് അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടി കളഞ്ഞെന്നൊന്നും കംപ്ലൈൻറ്റ് വേണ്ട, അത് അവിടെ നിന്ന് തന്നെ മുളച്ചോളും. സോ അതായിരുന്നു. പിന്നെ ആണെങ്കിൽ കുറേ വീഡിയോസ് എടുക്കണമെന്ന് കരുതി, റീൽസെല്ലാം എടുക്കണമെന്ന് കരുതി. പക്ഷേ എൻ്റെ മൈൻഡിൽ ഒരു സോങ്ങും ഇല്ല, ഒരു ഡാൻസും ഞാൻ പ്രിപ്പയർ ചെയ്തുമില്ല. അതുകൊണ്ട് ഒരു വീഡിയോയും റീലൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എടുത്ത വീഡിയോസ് വെച്ച് എന്തെങ്കിലും റീൽ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമിലിയും എൻ്റെ ഫിയാൻസിയും ആയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പൊന്മുടി. പിന്നെ അവിടെ ചെന്നപ്പോൾ കുറേ പേര് കുട്ടേട്ടാ എന്ന് പറഞ്ഞിട്ട്, സുഭാഷേ കുട്ടേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ കേട്ടപ്പോൾ നല്ല രസം തോന്നി. പിന്നെ എനിക്ക് മടുത്തു. ഞാനും ഇങ്ങനെ പറയുന്നുണ്ടായി, ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയൊന്നും ഇവർ അറിഞ്ഞില്ലേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ കരുതി. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ പേര് നല്ല പാട്ടെല്ലാം വെച്ച് വൈബായി അടിച്ചുപൊളി ഡാൻസ് കളിക്കുന്നവരും അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു. റീൽസ് എടുക്കുന്നവരുണ്ടായിരുന്നു, വെറുതെ ഒച്ചത്തിൽ കൂകുന്നവരുണ്ടായിരുന്നു. ഞാനും ഇടയ്ക്ക് കൂകി. അങ്ങനെ നല്ല രസമല്ലേ, നമ്മളെ എനർജി, നമ്മളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നതും അങ്ങനെ അതൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് ഇങ്ങനെ പുറത്തുനിന്ന് ലഞ്ച് പാക്ക് ചെയ്ത് വന്ന് ഇവിടെ നിന്ന് കഴിക്കുന്നവരുണ്ട്. കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ പോകുമ്പോൾ തിരിച്ച് അതിൻ്റെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാനുള്ള മാന്യത കാണിക്കണം. ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലത്ത് വന്ന് പ്ലാസ്റ്റിക്കെല്ലാം അവിടെ ഇട്ട് പോകുന്നത് ഭയങ്കര വൃത്തികേടാണ്. ഒട്ടും മാനേഴ്സ് ഇല്ല എന്ന് വേണം പറയാൻ. നമ്മൾ ഇത്രയും നല്ല സ്ഥലത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ട്, അവിടെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനത്തെ പാറ ഇടുക്കിലെല്ലാം കൊണ്ടുപോയി വേസ്റ്റ് കളഞ്ഞാൽ അതെല്ലാം ആരും എടുത്തുകൊണ്ട് പോകാനാണ്. നമ്മളൊരു നാച്ചുറൽ ബ്യൂട്ടി, നാച്ചുറൽ സ്ഥലം, ടൂറിസ്റ്റ് പ്ലേസ് നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പം എനിക്ക് പറയാൻ വരുന്ന ടൂറിസ്റ്റുകളായാലും ആരായാലും സ്ഥലം നമ്മൾ വൃത്തിയാക്കാം. അതിൻ്റെ ഒരു മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുക. എന്ത് കൊണ്ടുവന്നാലും വേസ്റ്റ് പൊതിഞ്ഞ് പോകുന്ന വഴിക്ക് എവിടെ വേണമെങ്കിലും വേസ്റ്റ് പിന്നീട് എവിടെയും കളയാമല്ലോ. ഇങ്ങനത്തെ ഒരു നല്ലൊരു പൊതു ഇടങ്ങളിൽ ഉപേക്ഷിച്ച് പോവാതിരിക്കാൻ ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താ പറയുക, മൊത്തത്തിലൊരു നല്ല വൈബായിരുന്നു. ഞാൻ വയനാടായിരുന്നു പഠിച്ചത്. അവിടെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് കോടയെല്ലാം കണ്ടത്. അപ്പം അവിടുത്തെ ഞാൻ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയർ ഭയങ്കര കോടയായിരുന്നു. ഇതേപോലെ ബിൽഡിങ്ങിലെല്ലാം അടിച്ച് കയറും. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഭയങ്കര കോടയായിരുന്നു. പിന്നീടുള്ള വർഷങ്ങൾ അത്ര കോടയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു കോടമഞ്ഞിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീണ്ടും എനിക്ക് കിട്ടിയത് ഇവിടെ വന്നപ്പോഴായിരുന്നു. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്തു. നല്ല സ്ഥലമായിരുന്നു. പക്ഷെ ഇത് സൈറ്റ് എന്താ പറയുക,
ഫുൾ മറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് വിസിബിലിറ്റി കുറവായിരുന്നു. ശരിക്കുള്ള പൊന്മുടീൻ്റെ ഭംഗി എനിക്ക് കാണാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ഇമ്മീഡിയറ്റ് അടുത്തുള്ള കുറച്ച് ദൂരം മാത്രമേ നമുക്ക് നടന്നുകൊണ്ട് പോകുമ്പം ആ ഒരു റേഡിയസിലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള പ്രകൃതിൻ്റെ ഭംഗിയൊന്നും കാണാൻ പറ്റിയില്ല, വിസിബിലിറ്റി കുറവായത് കാരണം. അപ്പോൾ ഇത് സീസൺ അല്ലാത്ത സമയത്ത് വന്ന് ചിലപ്പോൾ അത് കാണാൻ പറ്റുമായിരിക്കും. സോ ഇത്രത്തോളം ഹില്ലുണ്ട്, ഇതിന് ചുറ്റും എത്ര സ്ഥലമുണ്ട്, എന്തോരം ഭംഗിയുണ്ടെന്നൊന്നും ശരിക്കുള്ള ഭംഗി ആസ്വദിക്കാൻ എനിക്ക് പറ്റിയില്ല, വിസിബിലിറ്റി കുറവായത് കാരണം. പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു സംതൃപ്തിയായിരുന്നു അവിടെ പോകുമ്പം കുറേ ഹെയർ പിന്നെല്ലാം കയറി തളർന്നതാണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, നല്ല ഓക്സിജൻ, നല്ലൊരു വൈബായിരുന്നു അവിടെ. അപ്പോൾ തിരിച്ചു വരുന്ന വഴി നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. വരുന്ന ഒരു ഹെയർ പിന്നിൻ്റെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ പൊന്മുടി പോകാൻ ആഗ്രഹമുള്ളവർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം അവിടെ അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്തെങ്കിലും അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട്, എന്തെങ്കിലും ക്ലൈമാറ്റിക് ചേഞ്ച് വരുമ്പോഴേക്കും അത് അടച്ചിടും. മണ്ണിടിച്ചിലും സ്ലിപ്പാവുന്ന നല്ല ഇഷ്യൂ ഉള്ള കാരണം. സോ സീസൺ ആകുമ്പം നമുക്ക് പോവാം, അതായിരിക്കും നല്ലത്. പിന്നെ ആണെങ്കിൽ ബസ്സിൽ പോകാനും എളുപ്പമാണെന്നല്ല, ബസ് സർവീസ് ഉണ്ട്. തമ്പാനൂരിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആറ്റിങ്ങയിൽ നിന്നും ബസ് സർവീസ് ഉണ്ട് പൊന്മുടിയിലേക്ക്. അപ്പോൾ ബസ്സിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് KSRTC ബസ് ഉണ്ട്. ഡയറക്റ്റ് പൊന്മുടി വരെ ബസ് ഉണ്ട്. പൊന്മുടിയിൽ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്. പക്ഷേ അതിൻ്റെ ടൈമിങ് നോക്കി പോയാൽ നന്നായിരിക്കും. പിന്നെ അവിടെ വേറെ കടകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. ആകെയുള്ളത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെയ്യുന്ന ഒരു ബിൽഡിങ്. അവരുടെ അവിടെ വാഷ്റൂംസ് ഉണ്ട്, ഗേൾസിനും ബോയ്സിനും ഉണ്ട്. അതായത് ജെൻസും ലേഡീസിനും വാഷ്റൂമുണ്ട്. പിന്നെ ഈ റിഫ്രഷ്മെൻറ്റ് സ്റ്റോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഹോട്ടൽ ഭക്ഷണം എല്ലാം, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, സ്നാക്സ് എല്ലാം ഉള്ളത് ഉണ്ട് തോന്നുന്നു. നമ്മൾ കയറിയില്ല, അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും ഉണ്ടാവും അതിനുള്ളിൽ. അതേപോലെ 3D ഫിലിംസ്, 3D തിയേറ്റർ, അങ്ങനത്തെ കുറച്ച് സെറ്റപ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ലേറ്റ് ആയ കാരണം അവിടെ ഒന്നും പോയില്ല. മാത്രമല്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അവിടെ ഒരു പൊന്മുടി എന്ന് പറഞ്ഞ ബോർഡ് എഴുതി കാണിക്കും. അവിടെയാണ് ഏറ്റവും ലാസ്റ്റ് ബസ് സ്റ്റോപ്പ്, അവിടെയാണ് KSRTC ബസ് ഏറ്റവും ലാസ്റ്റ് നിർത്തിയിടുന്നത് അവിടെയാണ്. അവിടുന്ന് റിട്ടേൺ ബസ്സും കിട്ടും. പിന്നെ കാർ പാർക്കിംഗ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കാർ പാർക്കിങ്ങിന് വേറെ തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊന്മുടിയിലെ ഫെസിലിറ്റി. അതല്ലാതെ KTTCൻ്റെ റൂംസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് കുറച്ചും കൂടെ ബാക്കിലാണ്, പൊന്മുടി എത്തേണ്ട അതിന് മുമ്പേ ഒരു വഴിയാണ്, അവിടെ പോയിട്ടില്ല. പിന്നെയുള്ളൊരു സജഷൻ എന്ന് വെച്ചാൽ ലേറ്റായിട്ട് തിരിച്ചിറങ്ങാമെന്ന് കരുതുന്നത് നല്ലതല്ല. കാരണം ഭയങ്കര ബ്ലോക്കായിരിക്കും തിരിച്ച് വരുന്ന സമയം. അപ്പോൾ കുറച്ച് നേരത്തെ ഒരു 4:30-5 മണി എന്നതിനേക്കാളും മുമ്പേ ഇറങ്ങുന്നതാണെങ്കിൽ നമുക്ക് അത്ര ബ്ലോക്കില്ലാതെ പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ രാവിലെ വന്നാൽ അത്രയും നേരം നമുക്ക് അവിടെ പൊന്മുടി സ്പെൻഡ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ പൊന്മുടി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.